ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പണം പിരിക്കുകയും കുറേ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുകയും അത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ പിരിച്ചെടുത്ത ഫണ്ട് എവിടെ, ആ പണം കാണാനില്ല, അത് അടിച്ചു മാറ്റി എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പല തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തൊരു പ്രദേശം എന്നുള്ള രീതിയിൽ അവിടെ LDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്നൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ പറ്റില്ല. ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ LDFനല്ല സാധ്യത കൂടുതൽ ഉള്ളതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ എന്തായാലും UDF അനുകൂലമായ ചില നീക്കങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇന്നേ വരെ നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ അത്തരത്തിലാണ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാശിട്ട നമസ്കാരം. രാശിട്ട, നമ്മൾ വയനാട് ജില്ല മൊത്തത്തിൽ 3 നിയോജക മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്: കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി. അപ്പോൾ ഇതിൽ 2 നിയോജക മണ്ഡലങ്ങളിൽ UDFും മാനന്തവാടിയിൽ LDFിലെ OR കേളു സംസ്ഥാന മന്ത്രി കൂടിയാണ്. അപ്പോൾ വാശിയേറിയ മത്സരം തന്നെയാണ് ഈ 3 സ്ഥലത്തും ഇപ്രാവശ്യവും നടക്കുന്നത്. ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് പിരിച്ച ഫണ്ട് മുക്കി, അങ്ങനെ ഒരുപാട് വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ UDF കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വയനാട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എന്താണ് നിലവിലത്തെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? വയനാടിൻ്റെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുന്ന സമയത്ത് വയനാടിന് എല്ലാ കാലത്തും ഒരു കോൺഗ്രസ് അനുഭവ ഒരു നിലപാടുകളുണ്ടായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വയനാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെറ്റിലേഴ്സ് ഉള്ള സ്ഥലമാണ്, കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് വയനാട്. അതുകൊണ്ട് തന്നെ അതിനൊരു UDF സ്വഭാവം സ്വാഭാവികമാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പല സമയത്തും പല രീതിയിൽ മാറിയും മറിഞ്ഞൊക്കെ പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചിട്ടും നോർത്ത് വയനാട് എന്നായിരുന്നു മാനന്തവാടിയുടെ പഴയ പേര്. കണ്ണൂർ ജില്ലേൻ്റെ ഭാഗമായിരുന്ന സമയത്ത് നോർത്ത് വയനാടായിരുന്നു. പിന്നീട് അതിൻ്റെ പേര് മാറ്റി മാനന്തവാടി എന്ന് മാറ്റുകയായിരുന്നു. അപ്പോൾ മാനന്തവാടിയിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വിജയങ്ങൾ UDF LDF ഒക്കെ മാറി മാറി വരുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ കോൺഗ്രസ്സിന് ഇത് മാനന്തവാടിക്ക് 2ാമത്തെ മന്ത്രിയാണ് ഈ അടുത്ത കാലത്ത് തന്നെ. നമുക്ക് UDFന് PK ജയലക്ഷ്മി മത്സരിച്ച സമയത്ത് അവർ വിജയിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അവർ മന്ത്രിയായി. പിന്നീട് ഓർക്കളൂനി ലാസ്റ്റ് 2 വർഷമാണ് കിട്ടിയത്. ഒന്ന് രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കും. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ചതോടുകൂടി ആണ് ഈ ഒഴിവ് വരികയും അങ്ങനെ ഓർക്കളൂവിന് മന്ത്രിസ്ഥാനം കിട്ടിയത്. ഓർക്കളു 2 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. ഇത്തവണ വീണ്ടും 3ാം തവണയാണ് ഓർക്കളു അവിടെ മത്സരിക്കുന്നത്. അപ്പം UDFൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത മണ്ഡലം പിന്നെ നിലനിർത്താൻ വേണ്ടി ഓർക്കളവിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തവണ വിജയം ആവർത്തിക്കുമെന്ന് LDF പറയുന്നുണ്ടെങ്കിലും അവിടെ ഇത്തവണ PK ജയലക്ഷ്മി അല്ല. PK ജയലക്ഷ്മി 2 തവണ തോറ്റോടുകൂടി PK ജയലക്ഷ്മിയെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പം മാനന്തവാടിയിൽ വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചിട്ട് ലീഗിനൊക്കെ വലിയ മേൽക്കൈയുള്ളൊരു സ്ഥലം കൂടിയാണത്. വയനാട്ടിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് നല്ല രീതിയിൽ UDFന് ജയിക്കാൻ വിജയം സമ്മാനിച്ച ഒരു പ്രദേശം കൂടിയാണ് മാനന്തവാടി എന്നുള്ളത് കൊണ്ട് ഇത്തവണത്തെ മത്സരം ടൈറ്റാണ്. പക്ഷേ എന്നാൽ പോലും ഓർക്കളു മന്ത്രി എന്ന നിലയിലും MLA എന്നുള്ള രീതിയിലും അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് തന്നെയാണ് നമുക്ക് വിലയിരുത്താവുന്നത്. 2ാമത് വന്നു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിൽ ഇപ്പം 3 ടേമിലായിട്ട് മത്സരിച്ച് വിജയിച്ചത് നമ്മുടെ IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്, നായകനും വില്ലനുമാണ്. അപ്പോൾ ഈ മാനന്തവാടിയും സംവരണ മണ്ഡലമാണ്, ഈ സുൽത്താൻ ബത്തേരിയും സംവരണ മണ്ഡലമാണ്. അപ്പോൾ സംവരണ മണ്ഡലമായ സുൽത്താൻ ബത്തേരിയിൽ പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയെങ്കിൽ പോലും 3 ടേമിലും IC ബാലകൃഷ്ണൻ തന്നെയാണ് വിജയിച്ചത്. BJPക്കും അത്യാവശ്യം കുറച്ചും കൂടി മേൽക്കൈയുള്ള സ്ഥലമാണ്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഈ ഗണപതി വട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJP അവിടെ വേറെ തരത്തിലുള്ള ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും അതൊന്നും ഈ തവണ ചർച്ചയായില്ല എന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ അവിടെ വലിയ രീതിയിൽ പ്രതികരണങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ആത്മഹത്യ മകനും കോൺഗ്രസ് DCC ട്രഷററാണ് അദ്ദേഹം മകനുമായി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വലിയ വിവാദങ്ങൾ അവിടെ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. IC ബാലകൃഷ്ണനെതിരെ കുടുംബം വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പഴയ ആ ഒരു പ്രതാപത്തിലല്ല IC ബാലകൃഷ്ണൻ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതുകൊണ്ട് അവിടെ ശക്തമായ ഒരു മത്സരം അരങ്ങേറുന്നു. IC ബാലകൃഷ്ണൻ കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് രാജേഷ്. അത് കാരണം IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ്
പ്രസിഡന്റ് ആയിട്ടുള്ള ND അപ്പച്ചനെ പച്ചയ്ക്ക് തെറി പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തേക്ക് അവിടെ പലതരത്തിലുള്ള അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും അവിടെ CPM-ലും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു വേദി കൂടിയാണ് സുൽത്താൻ ബത്തേരി. പക്ഷെ എന്നാൽ പോലും അവിടുത്തെ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ പരിശോധിക്കുമ്പോൾ അവിടെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് IC ബാലകൃഷ്ണൻ ഇത്തവണയും കടന്നുകൂടാനുള്ള സേഫാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ കൽപ്പറ്റയിലേക്ക് വരികയാണെങ്കിൽ, കൽപ്പറ്റ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലുണ്ടായതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതും ഒക്കെ. അവിടെ സുബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പണം പിരിക്കുകയും കുറേ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുകയും അത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി എന്ന് പറഞ്ഞു. മാത്രമല്ല ഈ പിരിച്ചെടുത്ത ഫണ്ട് എവിടെ, ആ പണം കാണാനില്ല, അത് അടിച്ചു മാറ്റി എന്നുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ടി സിദ്ദിഖാണ് അവിടുത്തെ MLA എന്ന രീതിയിൽ അദ്ദേഹം ഈ ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചൊരു MLA തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ആർക്കും അത്തരത്തിലുള്ള പരാതിയില്ല, MLA-ക്കെതിരെ അങ്ങനെയുള്ള പരാതിയില്ല. പക്ഷേ കോൺഗ്രസ് പിരിച്ചെടുത്ത പണം കാണാനില്ല എന്നുള്ള ചർച്ച വലിയ രീതിയിൽ ഈ ദുരന്ത പ്രദേശത്ത്, പ്രത്യേകിച്ചിട്ടും കൽപ്പറ്റ മണ്ഡലത്തിൽ ആകമാനം വലിയ രീതിയിൽ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില നേട്ടങ്ങൾ ഭരണ നേട്ടങ്ങളായിട്ട് തന്നെ CPM-ഉം അതുപോലെ തന്നെ LDF-ഉം ഉയർത്തി കാണിക്കുന്നു. ഇതേ സമയത്ത് ആണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ കൽപ്പറ്റയിലെ വിജയങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ 2 ടേം MP ശ്രേയംകുമാർ മത്സരിച്ച് ജയിച്ചതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പാർട്ടി UDF-ൽ എത്തുകയും അവിടെ CPM-ൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രനുമായിട്ട് മത്സരിച്ച് അദ്ദേഹം തോറ്റു. കഴിഞ്ഞ തവണ T സിദ്ദിഖുമായിട്ട് മത്സരിച്ച് തോറ്റു. അതുകൊണ്ട് ഇത്തവണ കുറേ കാലത്തിന് ശേഷം അതായത് മത്സരരംഗത്ത് നിന്നും അദ്ദേഹം പിൻവാങ്ങിയിരിക്കുന്നു ശ്രേയംകുമാർ എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. T സിദ്ദിഖിൻ്റെ നില കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണ് എന്ന് തന്നെയാണ് അവിടെ വരുന്ന വാർത്തകൾ. അതുകൊണ്ട് T സിദ്ദിഖ് അവിടെ ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഇവരുടെ ഒരു പഴയ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് കമലൻ ജനത എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. അത് M കമലത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനതാ പാർട്ടി ഉണ്ടായിരുന്നു. ആ കമലൻ ജനതയുടെ നേതാവായ M കമലം 2 തവണ മത്സരിച്ച് ജയിച്ച സ്ഥലം കൂടിയാണ് കൽപ്പറ്റ. അതുകൊണ്ട് പല തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തൊരു പ്രദേശം എന്നുള്ള രീതിയിൽ അവിടെ LDF-ൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്നൊരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷെങ്കിൽ പോലും ഏറെക്കുറെ സേഫായിട്ടുള്ള ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു മണ്ഡലമാണ് കൽപ്പറ്റ എന്ന് തന്നെ നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല വയനാട്ടിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ കുറച്ചുകൂടി കോൺഗ്രസിനോട് ആവേശം കാണിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ഇലക്ഷൻ റിസൾട്ടൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയൊക്കെ വിജയിച്ച് കയറാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയൊരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന കൽപ്പറ്റ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൽപ്പറ്റ മാത്രമല്ല, വയനാട്ടിലെ ഈ 3 മണ്ഡലങ്ങൾ, വയനാട്ടിലെ മണ്ഡലങ്ങൾ മാത്രമല്ല, ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലം നമുക്കറിയാം കോഴിക്കോടിൻ്റെയും അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ആണ് പാർലമെൻറ്റ് മണ്ഡലം. പക്ഷേ ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ LDF-നല്ല സാധ്യത കൂടുതൽ ഉള്ളതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ പറയാൻ വിട്ടുപോയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബത്തേരിയിൽ കഴിഞ്ഞ തവണ IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ച NDA സ്ഥാനാർത്ഥി CK ജാനു ആയിരുന്നു. CK ജാനു 2 തവണ അവിടെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ CK ജാനു കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് BJP മുന്നണിയിലായിരുന്നു. ഇത്തവണ CK ജാനു കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളത് കൂടി വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോഴും അവിടെ പറയേണ്ട കാര്യമുണ്ട്. കാരണം CK ജാനു തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി, സുൽത്താൻ ബത്തേരി അല്ലെങ്കിൽ ബാലുശ്ശേരി എന്നത്. കാരണം അസോസിയേറ്റ് മെമ്പറായിട്ട് CK ജാനുവിനെ UDF-ന്റെ ഭാഗമാക്കി മാറ്റിയെങ്കിലും അവർക്ക് വളരെ വലിയ രീതിയിലുള്ള അവഗണനയാണ് നേരിട്ടിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഈ ദളിത് സ്നേഹം പറയുന്ന UDF-നെ സംബന്ധിച്ചിട്ട് സണ്ണി കപ്പിക്കാടിനെ വൈക്കത്ത് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹത്തോട് നടത്താൻ വേണ്ടിയിട്ട് VD സതീശൻ പറഞ്ഞതിന് ശേഷം സണ്ണി കപ്പിക്കാടിന് സീറ്റ് നിഷേധിച്ച ഒരു കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ദളിത് സ്നേഹത്തിലെ കാപട്യം തുറന്നു കാണിക്കപ്പെടാനായിട്ടുള്ള ചില സാധ്യതകളുമുണ്ട്. കാരണം CK ജാനുവിന് ഒരു ഓഫറും കൊടുക്കാതെയെങ്കിലും CK ജാനു UDF-ന്റെ അസോസിയേറ്റ് മെമ്പറായിട്ട് വരത്തില്ലല്ലോ. കാരണം അതല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവരുണ്ടാക്കിയ വിവാദങ്ങളൊക്കെ നമുക്കറിയാം. K സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഏറ്റവും ലാസ്റ്റ് വോയിസ് മെസ്സേജുകളൊക്കെ പുറത്തുകൂടെയൊക്കെ ഓടി കളിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിട്ട് അവർ സാമ്പത്തിക നേട്ടം കൊണ്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അധികാര നേട്ടം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് UDF-ന്റെ ഭാഗമായിട്ട് വന്നത് എന്ന് പറയാതിരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും CK ജാനു മറ്റേ ശരീരം കൊണ്ട് ഇപ്പോൾ UDF-ന് അനുകൂലമായിട്ട് സംസാരിക്കുമെങ്കിലും പക്ഷെ ഉള്ളിൽ എന്തായി
എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പിന്നെ സി കെ ജാനു അവിടുത്തെ വലിയൊരു വോട്ട് ബാങ്ക് ഒന്നും അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ല, പക്ഷേ സി കെ ജാനു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പോലും ആദിവാസി ദളിത് മേഖലയുടെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്കുള്ള സ്ഥലം കൂടിയാണ് വയനാട്ടിലെ ഈ 3 മണ്ഡലങ്ങളും എന്നും കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആദിവാസി ദളിത് വിഭാഗങ്ങളെ മത്സരിക്കുന്നില്ല എന്നല്ല, അവരെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവരെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സി കെ ജാനുവിൻ്റെ ഈ പാർട്ടിയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കോൺഗ്രസിന് ഇനി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഐ സി ബാലകൃഷ്ണനെതിരായിരുന്നു സി കെ ജാനു ഈ മുന്നണിയിൽ വരുന്നതിനൊക്കെ ഐ സി എതിരായിരുന്നു. കാരണം ഐ സിക്കെതിരെ 2 തവണ മത്സരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഐ സിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അസോസിയേറ്റ് മെമ്പർ ആക്കി എന്നുള്ളത് കൊണ്ട് സീറ്റ് നൽകുമെന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം സി കെ ജാനുവിനോട് പറഞ്ഞിരുന്നില്ല എന്നതാണ്. സി കെ ജാനു ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം മാനന്തവാടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. മാനന്തവാടിയിൽ അത്യാവശ്യം ഗ്രിപ്പുള്ള ആൾ തന്നെയാണ് സി കെ ജാനു. പക്ഷേ ഇത്തവണത്തെ മത്സരത്തിൽ അവർ ഉണ്ടാവില്ല എന്നുള്ള സൂചനകൾ അവർക്ക് നൽകിയിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇപ്പോൾ സണ്ണിയം കവിക്കാടിൻ്റെ വിഷയം വേറെയാണ്, സി കെ ജാനുവിൻ്റെ പോലെയല്ല അത് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കിടയിൽ എന്തായാലും UDF അനുകൂലമായ ചില നീക്കങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇന്നേ വരെ നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ അത്തരത്തിലുള്ള തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ചില ആരോപണങ്ങളൊക്കെ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളൊക്കെ വോട്ടിംഗ് പാറ്റേണിനെയൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഇത്തവണ ടി സിദ്ദിഖ് തന്നെ കൽപ്പറ്റയിൽ ജയിക്കും, ഐ സി ബാലകൃഷ്ണൻ അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മാനന്തവാടിയിൽ ഓവർക്കൾ തന്നെ ജയിച്ച് കയറാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ മൊത്തം 3 സീറ്റിൽ 2 സീറ്റ് ഇത്തവണ നിലവിൽ സിറ്റിംഗ് സീറ്റുകളൊക്കെ നിലനിർത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം.